Hi children, welcome back to Hindi class. I think all of you good and safe at home. Children, today we are going to learn a new lesson, part 13, Ek Tinka. Tinka's meaning is grass. Tinka इसका अर्थ है grass. The poet name is Ayodhya Singh Upadhyay Haryod. What is the name of poet? Ayodhya Singh Upadhyay Haryod. Ayodhya Singh Upadhyay Haryod. Okay. Then all of you look at here. The first stanza. खमंडों में भरा एंडा हुआ, एक दिन जबदा मुंडेर पर खड़ा, अचानक दूर से उड़ता हुआ, एक तिनका आंख में मेरी पड़ा. घमंड. Children, what is the meaning of घमंड? Is pride. घमंड, pride. അഹങ്കാരം. Okay. And the same meaning. അഹങ്കാരം കൊണ്ട് നിറഞ്ഞ എന്നുള്ള അർത്ഥം. സെയിം പ്രൈഡ്. ദ മീനിങ് ഇസ് പ്രൈഡ്. അഹങ്കാരം എന്നാണ് എൻഡയുടെ മീനിങ്. ദിൻ ഡേ മുണ്ടേർ. മുണ്ടേർ മീൻസ് പാരപ്പറ്റിൽ ടെറസ് എന്നൊക്കെ പറയത്തില്ല, മുണ്ടേർ വീടിൻ്റെ മുകളിൽ ടെറസിൽ. അചാനക്. അചാനക് മീൻസ് സഡൻലി. അചാനക് സഡൻലി. एक तिनका. तिनका ग्रास. आंख आइस. आंख आइस. घमंडों में भरा एंडा हुआ, एक दिन जबदा मुंडेर पर खड़ा, अचानक दूर से उड़ता हुआ, एक तिनका आंखों में मेरी पड़ा. यहाँ द पोएट हरियव जी बताते हैं कि एक दिन वह घमंड होकर अपने घर के छत पर അല്ലെങ്കിൽ मुंडेर पर खड़ा रहा था. ओके. एक दिन वह अपने घर के मुंडेर पर बहुत घमंड की भावना से मुंडेर पर खड़े थे. അതായത് വളരെ അഹങ്കാരത്തോടെ കൂടി അദ്ദേഹം എന്ത് ചെയ്യാണ്, തൻ്റെ വീടിൻ്റെ ടെറസിൽ ഇങ്ങനെ നടക്കുക. ഇൻ ദിസ് പോം ദ പോയറ്റ് സേസ്, ഐ വാസ് വാക്കിംഗ് ഇൻ ദ ടെറസ് വിത്ത് വെരി പ്രൈഡ്ലി. ഓക്കെ. വളരെ അഹങ്കാരത്തോടു കൂടി ഞാൻ എൻ്റെ ടെറസിൽ ഇങ്ങനെ നടക്കുകയായിരുന്നു. वह अचानक दूर से उड़ता हुआ, एक तिनका आंख में मेरी पड़ा. Suddenly from somewhere a piece of grass was fallen in my eyes. तभी अचानक उनकी आंख में दूर से उड़ता हुआ एक तिनका आ गिरा. ओके. तभी अचानक उनकी आंख में दूर से उड़ता हुआ एक तिनका आ गिरा. मीन्स suddenly from somewhere a piece of grass was fallen in my eyes. പെട്ടെന്ന് എൻ്റെ കണ്ണിൽ, അതായത് കവിയുടെ കണ്ണിലേക്ക് എവിടെ നിന്നോ പറന്നു വന്ന പീസ് ഓഫ് ഗ്രാസ്, ഒരു ഗ്രാസിൻ്റെ ഒരു പുൽക്കൊടി എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ കണ്ണിലേക്ക് വന്ന് വീണു. एक तिनका अचानक दूर से. अचानक means suddenly. Okay. Suddenly from somewhere piece of grass was fallen in my eyes. Okay. പെട്ടെന്ന് എവിടെ നിന്നോ मीन्स अचानक उनकी आंख में दूर से उड़ता हुआ एक तिनका आंख गिरा. എവിടെ നിന്നോ വന്നത് കണ്ണിലേക്കൊരു പുൽക്കൊടി വന്ന് വീണു. ഓക്കെ. നെക്സ്റ്റ്. मैं छिचकुड़ा हुआ बेचैन सा, लाल होकर आंख भी दुखने लगी, ऊँट देने लोग कपड़े की लगे, एंड बेचारी देबे पावों भागी. ओके. मैं चिचक हेसिटेशन. മീനിങ് ഇസ് ഹെസിറ്റേഷൻ എന്നുള്ളത്. ഇറിറ്റേഷൻ. ബേച്ചൈൻ ടെൻഷൻ, വറീഡ് ആവുക എന്നുള്ളത്. ബേച്ചൈൻ വറീഡ്. ഓക്കെ. ലാൽ റെഡിഷ് കളർ, റെഡ്. ആങ്ക് ഐസ്. മൂണ്ട് മീൻസ് റൗണ്ട് ഷേപ്പ്. മൂണ്ട്. കപ്പടെ ക്ലോത്ത്. ഓക്കെ. ആൻഡ് സെയിം മീനിങ് പ്രൈഡ്. പാവോ പയർ. പാവോ മീൻസ് പയർ. ഓക്കെ. मैं चिचकुड़ा हुआ बेचैन सा, लाल होकर आंख भी दुखने लगी. मैं चिचकुड़ा. That time I felt some kind of irritation. പെട്ടെന്ന് എനിക്ക് എവിടെ നിന്നില്ലാത്ത വല്ലാത്തൊരു ഇറിറ്റേഷൻ, അതായത്
तिनके के कारण आंख लाल हो गई, दुखने लगी. അതായത് ഈ ഗ്രാസ് പുൽക്കൊടി ഇദ്ദേഹത്തിന് കണ്ണിൽ വീണപ്പോൾ വല്ലാത്തൊരു ഇറിറ്റേഷൻ, കണ്ണെന്താണ് പെട്ടെന്ന് എന്ത് ചെയ്തു, ദൈസ് ബിക്കേം റെഡിഷ് കളർ, പെട്ടെന്ന് കണ്ണൊക്കെ എന്ത് ചെയ്തു, റെഡിഷ് കളറായിട്ട് മാറി. ഈ പൊടി വീണപ്പോൾ കണ്ണെന്ത് ചെയ്തു, ചുമന്നു അല്ലേ. നമുക്ക് നമ്മുടെ കണ്ണിൽ എന്തെങ്കിലും പൊടി വീഴുമ്പോൾ നമുക്ക് എന്ത് ഇറിറ്റേഷൻ ആയിരിക്കും അല്ലേ. അതുപോലെ കവിയുടെ കണ്ണിലും ഈ പൊടി വീണപ്പോഴത്തേക്ക് എന്താ ഇറിറ്റേഷൻ ഉണ്ടായി, ടെൻഷൻ ഉണ്ടായി. പിന്നെന്താണ് പെട്ടെന്ന് കണ്ണങ്ങ് ദൈസ് ബിക്കേം റെഡിഷ്, കണ്ണങ്ങ് ലാൽ ഹോക്കർ, दुखने लगी, इरिटेशन कണ്ണങ്ങ് ചുമന്നു പെട്ടെന്ന്. मूड देने लो कपड़े खी लगे and बेचारी देवे पावों फगी. That time some people came near to me and they tried to take out the piece of grass. Okay, उस समय कुछ लोग मेरे पास आकर कपड़े को मूड बनाकर उससे मेरे आंख से एक तिनके को उड़ाने की कोशिश किया. അതായത് പെട്ടെന്ന് അവിടെ നിന്ന് ആൾക്കാർ എൻ്റെ കണ്ണിൽ പൊടി വീണ് ഞാൻ ഇറിറ്റേഷനായിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ആൾക്കാർ വന്ന് എന്ത് ചെയ്തു, ദേ ട്രൈ ടു എന്താണ് ടേക്ക് ഔട്ട് ദ പീസ് ഓഫ് വാട്ട് ഗ്രാസ്. അവരെന്ത് ചെയ്തു, എൻ്റെ കണ്ണിൽ വീണ പുൽക്കൊടി അല്ലെങ്കിൽ പൊടി എടുക്കാനായിട്ട് അവർ ശ്രമിച്ചു. എങ്ങനെയാണ്, വിത്ത് അതായത് കപ്പടേക്കോ മൂൺ ബനാക്കരുത്, തുണിയെ എന്ത് ചെയ്തു, തുണിയെ ചെറിയ റൗണ്ട് ഷേപ്പ്, മൂണ്ട് മീൻസ് റൗണ്ട് ഷേപ്പ്, ചെറിയ റൗണ്ട് ഷേപ്പിലേക്ക് ആക്കിയിട്ട് അല്ലെങ്കിൽ തുണിയുടെ അറ്റം കൊണ്ട് അതിനെ ചെറുതായിട്ടൊന്ന് ചുരുട്ടി അല്ലെങ്കിൽ എന്താണ് ഒന്ന് കണ്ണിൽ നിന്ന് പൊടി ഇങ്ങനെ എടുക്കാനായിട്ട് അവർ ശ്രമിച്ചു. മൂൺ ദേനെ ലോ കപ്പടേ കി ലഗെ എൻ ബേച്ചാരി ദേബെ ഫാഗി. ഓക്കെ, ദാറ്റ് ടൈം സം പീപ്പിൾ കെയിം നിയർ ടു മീ ആൻഡ് ദേ ട്രൈഡ് ടു ടേക്ക് ഔട്ട് ദ പീസ് ഓഫ് ഗ്രാസ്. അവർ തുണിയുടെ അറ്റം കൊണ്ട് അതിനൊന്ന് റൗണ്ടാക്കിയിട്ട് എൻ്റെ കണ്ണിൽ നിന്നും എന്താണ് ഈ പൊടി എടുക്കാനായിട്ട് അവർ ശ്രമിച്ചു. ആൻഡ് ബേച്ചാരി ദബേ പാവവും ഭഗി. ആ സമയത്ത് അറിയാതെ എന്താണ്, ദാറ്റ് ടൈം മൈ പ്രൈഡ് ഹാസ് ഗോൺ, പെട്ടെന്ന് അറിയാതെ എന്നിൽ ഉണ്ടായിരുന്ന ആ എന്താണ് പ്രൈഡ്, അഹങ്കാരം എവിടേക്കോ ഓടിപ്പോയി. ഓക്കെ, ദാറ്റ് ടൈം മേര എന്താണ് ഘമണ്ട് കഹി ദൂർഫാക്കി, അതായത് പെട്ടെന്ന് എവിടേക്കോ ഓടിപ്പോയി എന്നുള്ള അർത്ഥം. ഓക്കെ, ദാറ്റ് ടൈം മൈ പ്രൈഡ് ഹാസ് ഗോൺ, എൻ്റെ അഹങ്കാരം താനെ അങ്ങ് എന്നിൽ നിന്ന് മാറിപ്പോയി എന്നുള്ള അർത്ഥം. ഓക്കെ, നെക്സ്റ്റ്. जब किसी दब से निकल तिनका गया तब समझने यो तुझे ताने दिए मुझे दाने दिए एंटा तो किस लिए इतना रहा एक तिनका है बहुत तेरे लिए. once more, जब किसी दब से निकल तिनका गया तब समझने यो मुझे ताने दिए एंटा तो किस लिए इतना रहा एक तिनका है बहुत तेरे लिए. That time I really understood that a small piece of grass can change the pride of a person. जब किसी दब से निकल तिनका गया, പെട്ടെന്ന് എൻ്റെ കണ്ണിൽ നിന്ന് ഈ പൊടി അങ്ങ് മാറിയപ്പോൾ तब समझने यो मुझे ताने गया. That time I really understood, मेरे समझ में एक बात आ गई कि പെട്ടെന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. एंडता तो किस लिए इतना रहा एक तिनका है बहुत तेरे लिए. एक व्यक्ति के घमंड को दूर करने के लिए एक तिनका ही काफ़ी है. दैट टाइम मेरे समझ में एक बात आ गया कि एक व्यक्ति के घमंड को दूर करने के लिए एक तिनका ही काफ़ी है. അതായത് ഒരു വ്യക്തിയുടെ അഹങ്കാരം കുറയ്ക്കാൻ ഒരു പുൽക്കൊടി അല്ലെങ്കിൽ ചെറിയൊരു പൊടി മതി ഒരു വ്യക്തിയുടെ അഹങ്കാരം കുറയ്ക്കാൻ. ദാറ്റ് ടൈം ഐ റിയലി അണ്ടർസ്റ്റുഡ് ദാറ്റ് എ സ്മോൾ പീസ് ഓഫ് ഗ്രാസ് ക്യാൻ ചേഞ്ച് ദ പ്രൈഡ് ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിയുടെ അഹങ്കാരം കുറയ്ക്കാൻ ഒരു ചെറിയ പുൽക്കൊടിക്കും കഴിയും, അല്ലെങ്കിൽ ചെറിയൊരു ഡസ്റ്റിന് കഴിയും എന്നെനിക്ക് അപ്പോൾ മനസ്സിലായി. एंडता तो किस लिए इतना रहा एक तिनका है बहुत तेरे लिए. അതായത് ഒരു किसी व्यक्ति के घमंड को दूर करने के लिए एक तिनका ही काफ़ी है. अर्थात मीनिंग इज व्यक्ति को स्वयं पर घमंड नहीं करना चाहिए. ഒരു വ്യക്തി ഒരിക്കലും സ്വയം അഹങ്കരിക്കാൻ പാടില്ല. और सबको महत्व देना चाहिए. व्यक्ति को स्वयं घमंड नहीं करना चाहिए
और सबको महत्व देना चाहिए. അതായത് ഒരിക്കലും ഒരു മനുഷ്യൻ അഹങ്കരിക്കാൻ പാടില്ല. മീൻസ് ദെൻ വൈ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്ത് അഹങ്കരിക്കരുത്. എല്ലാ വസ്തുക്കൾക്കും അതിൻ്റേതായ മഹത്വമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ in this poem the poet wants to say to us, നമ്മളോട് പറയാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത്, इस कविता के द्वारा कवि यह कहना चाहता है कि व्यक्ति को स्वयं पर घमंड नहीं करना चाहिए और सबको महत्व देना चाहिए. വ്യക്തി ഒരിക്കലും സ്വയം അഹങ്കരിക്കരുത്, എല്ലാ വസ്തുക്കൾക്കും അതിൻ്റേതായ മഹത്വം കൊടുക്കണം എന്നാണ് കവി ഇതിൽ കൂടി പറയുന്നത്. മാത്രമല്ല then why we should pride, പിന്നെ എന്തിനാണ് നമ്മൾ അഹങ്കരിക്കുന്നത്? എല്ലാ വസ്തുക്കൾക്കും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഗ്രേറ്റ്നെസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ then why should pride, പിന്നെ എന്തിനാണ് നമ്മൾ അഹങ്കരിക്കുന്നത്? അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇതാണ് ഈ പോയിറ്റിൽ നിന്ന് കിട്ടുന്ന പോമിൽ നിന്ന് കിട്ടുന്ന മോറൽ, കവിതയിൽ നിന്ന് കിട്ടുന്ന മോറൽ എന്ന് പറയുന്നത് എന്താണ്? വ്യക്തിക്കോ സ്വയം പർ ഘമണ്ട് नहीं करना चाहिए और सबको महत्व देना चाहिए. ഒരിക്കലും അഹങ്കരിക്കരുത്, ഒരു മനുഷ്യൻ അഹങ്കരിക്കരുത്, എല്ലാ വസ്തുക്കൾക്കും അതിൻ്റേതായ മഹത്വം കൊടുക്കണം. അണ്ടർസ്റ്റുഡ് ചിൽഡ്രൻ? I hope you understood all these things. Once again I will explain this poem once more. घमंडों में भरा एंडा हुआ एक दिन जब्दा मुंडेर पर गड़ा, अचानक दूर से उड़ता हुआ एक तिनका आंख में मेरी पड़ा. एक दिन कवि अपने घर के मुंडेर पर घमंड होकर खड़ा रहे थे. दैट टाइम अचानक कहीं से एक तिनका आकर उनके आंख में गिर पड़ा. एवढा नो. In this poem the poet says, I was walking in the terrace with very frailly. Suddenly from somewhere a piece of grass was fallen in my eyes. एवढा नो ഒരു പൊടി വന്ന് കണ്ണിൽ വീണു. मैं चिचकुड़ा हुआ, बेचैन सा लाल होकर आंख भी दुखने लगा. लेकिन मूड देने लोग कपड़े की लगे एंड बेचारी देबे पाओ भगी. That time I felt some kind of irritation. The eyes became reddish color. That time some people came near to me and they tried to take out the piece of grass. That time मुझे बहुत बेचैन हुआ. That time कुछ लोग मेरे पास आकर कपड़े को मूंड बनाकर मेरे आंख से एक तिनके को उड़ाने की कोशिश की. जब किसी दब से निकल तिनका गया तब समझ ने यूं मुझे ताने दिए. एंता तो किस लिए इतना रहा, एक तिनका है बहुत तेरे लिए. ओके. somehow जब किसी दब से निकल तिनका गया, അങ്ങനെയൊക്കെയോ എന്താണ് മീൻസ് സംഹൗ ദേ ടുക്ക് ഔട്ട് ദ ഡസ്റ്റ്. അവരെങ്ങനെയൊക്കെയോ എന്ത് ചെയ്തു, എൻ്റെ കണ്ണിൽ നിന്ന് ആ ഡസ്റ്റിനെ അവർ എടുത്തു മാറ്റി. തബ് സമച്ചിനെയോ മുझे ताने दिया, एंता तो किस लिए इतना लगा, एक तिनका है बहुत तेरे लिए. Okay, that time really I understood that a small piece of grass can change the pride of a person. ആ സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി. किसी व्यक्ति को घमंड को दूर करने के लिए एक तिनका ही काफ़ी है. ഒരു വ്യക്തിയുടെ അഹങ്കാരം കുറയ്ക്കാൻ ഒരു ചെറിയ പുൽക്കൊടി മതി, അല്ലെങ്കിൽ ചെറിയൊരു പുല്ലിൻ്റെ കഷ്ണം മതി ഒരു വ്യക്തിയുടെ അഹങ്കാരം കുറയ്ക്കാനായിട്ട്. അർത്ഥാത് मीन्स व्यक्ति को स्वयं पर घमंड नहीं करना चाहिए और सबको महत्व देना चाहिए. In this poem the poet wants to say to us, നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, कवि कहना चाहता है कि एक व्यक्ति को स्वयं पर घमंड नहीं करना चाहिए और सबको महत्व देना चाहिए. വ്യക്തിക്ക് ഒരിക്കലും സ്വയം അഹങ്കരിക്കാൻ പാടില്ല, എല്ലാ വസ്തുക്കൾക്കും അതിൻ്റേതായ മഹത്വം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് ഈ കവിതയിൽ കൂടി കവി പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ ചിൽഡ്രൻ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദീസ് തിങ്സ്. द नेम ऑफ कवि का नाम क्या है? इस पोएट्स नेम इज अयोध्या सिंह उपाध्याय हरिऔध. कवि का नाम है अयोध्या सिंह उपाध्याय हरिऔध. Okay children, all of you you must read your textbook. It's compulsory. Okay, all of you must read your textbook. Okay children, today this much only. We'll meet in the next class. Then bye. Take care.